إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൽ മുൽക്കിലൂടെ നമ്മെ അറിയിച്ചു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുൽക്കിനെ കുറിച്ച്, അധികാരത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ റബ്ബ് എങ്ങനെയുള്ളവനാണ്, അവനാകുന്നു ജീവിതവും മരണവും സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ ജീവിപ്പിക്കുന്നത്? നമ്മുടെ ആയുസ് വന്നെത്തിയാൽ നാം മരിച്ചു പോകുന്നത്. ഈ ദുനിയാവിലെ ചുരുങ്ങിയ ജീവിതം അതെന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അല്ലാഹു തആല അൽ അസീസാണ്, അവൻ പ്രതാപിയാണ്, അവൻ ഏറെ പൊറുക്കുന്നവനുമാകുന്നു. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്, നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ ദുനിയാവിലെ ജീവിതമെന്നത് പരീക്ഷണമാണ്. എന്താണ് പരീക്ഷണം? ഏറ്റവും നന്നായി ആര് പ്രവർത്തിക്കുന്നു എന്നുള്ള പരീക്ഷണമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അൽ ഇമാം അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാ അടക്കമുള്ള വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദുമാരിൽ ഒരാളാണ് അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, അഹ്സനു അമല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം അഖ്ലസുഹു വ അസ്വബുഹു, നിഷ്കളങ്കമായിരിക്കണം,
ഏറ്റവും ശരിയോടടുത്തതായിരിക്കണം. എന്നിട്ട് അദ്ദേഹം അത് കൂടുതൽ വിശദീകരിക്കുകയാണ്. ഫഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുഖ്ബൽ. ഒരാൾ ഒരു പ്രവൃത്തി പ്രവർത്തിച്ചു, ആ പ്രവർത്തനത്തിൽ അയാൾക്ക് നിഷ്കളങ്കതയുണ്ട്, ഖാലിസായ പ്രവർത്തനമാണ്, പക്ഷേ ശരിയോടടുത്തതല്ല എങ്കിൽ ആ പ്രവർത്തനം സ്വീകരിക്കപ്പെടുകയില്ല. വഇദാ കാന സവാബൻ വലം യകുൻ ഖാലിസൻ ലം യുഖ്ബൽ. ഇനി ഒരാൾ ശരിയോടടുത്ത പ്രവർത്തനമാണ് ചെയ്തത്, പക്ഷേ ഖാലിസ് അല്ല, നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എങ്കിലും പ്രവൃത്തി സ്വീകരിക്കുകയില്ല. ഹത്താ യകൂന ഖാലിസൻ സവാബ. നിഷ്കളങ്കമായി തീരുന്നതുവരേക്കും, ശരിയോടടുത്തതായി തീരുന്നതുവരേക്കും ഒരു അമൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ചുരുക്കം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വൽ ഖാലിസു, ഇവിടെ അഖ്ലസുഹു ഖാലിസൻ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് ആ നിഷ്കളങ്കമായത് എന്ന് പറഞ്ഞാൽ, ഇദാ കാന ലില്ലാഹ്, ഒരാൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക എന്നതാണത്. കറകളഞ്ഞ നിയ്യത്തോടുകൂടി ഒരാൾ പ്രവർത്തിക്കുക എന്നതാണ് ഖാലിസ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം. അഥവാ റബ്ബിന് വേണ്ടി മാത്രമാണ്, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വേണ്ടിയല്ല. അള്ളാഹു അല്ലാത്ത ഒരാളെ കാണിക്കുവാനോ മറ്റൊരാളുടെ പ്രീതിക്കോ ഒന്നിനും വേണ്ടിയല്ല, ഒരു പ്രശംസക്കോ പുകഴ്ത്തലിനോ ഒന്നുമല്ല, മറിച്ച് റബ്ബിന് വേണ്ടി മാത്രമാക്കി ചെയ്യുക എന്നതാണ് അഖ്ലസുഹു, അതല്ലെങ്കിൽ ഖാലിസൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. വസ്സവാബു, ശരിയോടടുത്തത് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം ഇദാ കാന അല സുന്ന, സുന്നത്തിൻ്റെ മേലായി തീരുക, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിത്തീരുക. ഇതാണ് സഹോദരങ്ങളെ ഖാലിസൻ സ്വവാബൻ എന്ന് പറഞ്ഞാൽ. ഈ ഖാലിസും സ്വവാബുമാണ് അള്ളാഹു അഹ്സനു അമലൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യത്തിൻ്റെ അർത്ഥം. ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, പിന്നെ എല്ലാ ഇബാദത്തുകളും റബ്ബിന് മാത്രമായിരിക്കണം, വേറൊരാൾക്കും ഇബാദത്തുകൾ നൽകാൻ പാടില്ല. ആരാധനയുടെ പരിധിയിൽ വരുന്ന ഒന്നും ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതാണ് ഖാലിസൻ, അതാണ് ഇഖ്ലാസോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നൊരാൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അഥവാ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനനുസരിച്ച് അവിടുന്ന് പഠിപ്പിച്ചതുപോലെ മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് ആ സാക്ഷ്യത്തിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ദീനിൻ്റെ അടിത്തറ. നാം ഏത് പ്രവർത്തനം പ്രവർത്തിക്കുന്നുവോ, ഏത് ഇബാദത്ത് ചെയ്യുന്നുവോ, ഈ രണ്ടടിസ്ഥാനങ്ങളിൽ ഒതുങ്ങി നിൽക്കണം. അത് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പാടുള്ളതല്ല. അതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും നാം പാരായണം ചെയ്ത് അവസാനിപ്പിക്കുന്ന സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആരാണോ തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നത്, ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ, അവൻ തൻ്റെ റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അഥവാ ഇഖ്ലാസോടെ ഇത്തിബാഅോടെ ഒരു പ്രവർത്തനം പ്രവർത്തിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിസ്ഥാനത്തിൽ നമ്മുടെ ദീൻ നമുക്ക് പൂർത്തീകരിച്ച് നൽകിയിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചത് ഈ ദീൻ പൂർത്തീകരിച്ചുകൊണ്ടാണ്. ഇതാ ഇന്നേ ദിവസം, അഥവാ ഒരു ആറഫ ദിനമാണത്. ആ ദിവസത്തിൽ നിങ്ങളുടെ ദീനിതാ ഞാൻ പൂർത്തീകരിച്ചു നൽകുന്നു, എൻ്റെ അനുഗ്രഹമിതാ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്കിതാ മതമായി നാം തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈ പറഞ്ഞ അടിസ്ഥാനങ്ങൾ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്.
ജനങ്ങൾ 4 രൂപത്തിലാണ് ഈ വിഷയം എടുത്തു നോക്കിയാൽ. ഒന്നാമത്തെ വിഭാഗം ഇഖ്ലാസോടെ, ഇത്തിബാഅോടെ, അഥവാ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരാണ് ശരിയായ മാർഗത്തിൽ ഉൾപ്പെട്ട ആളുകൾ, അവരാണ് ലക്ഷ്യം പൂർത്തീകരിച്ചവർ. രണ്ടാമത്തെ വിഭാഗം ഇഖ്ലാസോടുകൂടി ചെയ്യും, പക്ഷേ ഇത്തിബാ ഉണ്ടാവുകയില്ല. ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചായിരിക്കും, വളരെ ആത്മാർത്ഥതയോടുകൂടിയായിരിക്കും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതായിരിക്കും. അങ്ങനെ ഒരു പ്രവർത്തനം ഒരാൾ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുകയില്ല, അഹ്സനു അമൽ ആയിത്തീരുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ മതത്തിൽ, ദീനിൽ ആരാണോ പുതുതായി വല്ലതും കടത്തിക്കൂട്ടിയത് അത് തള്ളപ്പെടേണ്ടതാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ അവനെയും അവൻ കൊണ്ടുവന്ന ആ പ്രവർത്തനത്തെയും തള്ളപ്പെടും. മറ്റൊരു റിവായത്തിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ദീനിൽ ഇല്ലാത്ത ഒരു പ്രവർത്തനം ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ ദീനിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാക്കുവാനോ ഉണ്ടാക്കി വെച്ചത് പ്രവർത്തിക്കുവാനോ പാടുള്ളതല്ല. അത് റദ്ദുൻ അഥവാ മർദൂദുൻ, തള്ളപ്പെടേണ്ടതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അതിനാണ് സഹോദരങ്ങളെ പുത്തനാചാരങ്ങൾ ബിദ്അത്ത് എന്ന് പറയുക. ഒരാൾ ഇഖ്ലാസോടുകൂടിയാണ് ചെയ്യുന്നത്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണെങ്കിൽ അത് ബിദ്അത്താണ്. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഭൗതികമായ പുതിയ പുതിയ കാര്യങ്ങൾക്കും ഭാഷാപരമായി പുതിയത് എന്ന അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പ്രയോഗിക്കും. ഈ സംസാരിക്കുന്ന മൈക്ക്, നമ്മൾ ഈ ഇരിക്കുന്ന ഹാൾ, ഇവിടെയുള്ള AC, മറ്റു സൗകര്യങ്ങൾ, കെട്ടിടം, മദ്രസ, സിലബസ്, പാഠപുസ്തകങ്ങൾ, ബെഞ്ചും ഡെസ്കും തുടങ്ങി എല്ലാം പുതിയതാണ്, ആധുനിക സൗകര്യങ്ങളാണ്. അതൊരർത്ഥത്തിൽ ഭാഷാപരമായി എന്താണ്? പുതിയ കാര്യങ്ങളാണ്. അതെത്ര കണ്ട് പുരോഗമിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം. ഭൗതികമായ വളർച്ചക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്? ശബ്ദരേഖ കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ മാത്രമുള്ള ടെക്നോളജിയിലേക്ക് അതെത്തി. ഒരു 30 വർഷങ്ങൾക്ക് മുന്നേ ഒരാളോട് നമ്മൾ പറയുകയാണ്, കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതാ ഇന്നൊരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞാൽ, മൊബൈൽ സ്വയം ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാളത് വിശ്വസിക്കുകയില്ല. പറയുന്നവന് ഭ്രാന്താണെന്ന് പറയും. പക്ഷേ ആധുനിക സൗകര്യങ്ങൾ വളർന്നു, അതിനനുസരിച്ച് നമ്മളും മാറി. അത് ഭാഷാപരമായ ബിദ്അത്ത് എന്ന് പറയാൻ വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പുതിയ കാര്യങ്ങൾ എന്നത് സഹോദരങ്ങളെ ഭൗതികമായ മാറ്റങ്ങളല്ല, മറിച്ച് ദീനിലുള്ള മാറ്റങ്ങളാണ്. ദീനിൽ ഒരാൾ പുതുതായി കാലത്തിനനുസരിച്ച് കൊണ്ടുവന്നാൽ അത് മർദൂദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇമാം അശ്ശാതിബി റഹിമഹുല്ലാ, മഹാനായ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതനാണ് അദ്ദേഹം ബിദ്അത്തിനെ മനോഹരമായി നിർവചനം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അൽ ഇഅ്തിസാം എന്ന കിതാബിൽ പറയുകയാണ്, ഫൽ ബിദ്അതു ഇദൻ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻ ത്വരീഖത്തിൻ ഫിദ്ദീനി മുഖ്തറഅത്തിൻ, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന ഒരു മാർഗത്തിനാണ് ബിദ്അത്ത് എന്ന് പറയുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികമായ കാര്യങ്ങളല്ല ഇവിടെ ഉദ്ദേശം, മറിച്ച് ദീനിൽ ഒരാൾ പുതുതായി വല്ലതും കടത്തിക്കൂട്ടുകയാണ്. തുലാഹി അശ്ശറഇയ്യ, എന്താണ് ആ കടത്തിക്കൂട്ടപ്പെട്ടതിൻ്റെ പ്രത്യേകത? ആ കടത്തിക്കൂട്ടപ്പെട്ടത് ശറഇലെ ഇബാദത്തുകളോട് സാദൃശ്യമുണ്ടാകും. ഇപ്പം ബിദ്അത്തായി കൊണ്ടുവരിക എന്താണ്? മദ്യപാനമോ വിചാരമോ മോഷണമോ ഒന്നുമല്ല കൊണ്ടുവരിക. പിന്നെയോ നിസ്കാരം, നോമ്പ്, അതുപോലെ സ്വലാത്ത്, ദിക്റുകൾ, അങ്ങനെയുള്ള വിശ്വാസ കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. യഥാർത്ഥത്തിൽ ശരീഅത്തിൽ അത്തരം കാര്യങ്ങളുണ്ട്.
കൃത്യമായി സമയവും കാലവും എണ്ണവും ഒക്കെ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ അതുണ്ടായിരിക്കും. അതിനോട് സാദൃശ്യമുള്ളതായിരിക്കും കൊണ്ടുവരിക. എന്തിനാണ് അവർ കൊണ്ടുവരുന്നത്? യുഖ്സദു ബിസ്സുലൂകി അലൈഹ അൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ആരാധനയായിക്കൊണ്ട് റബ്ബിൽ നിന്ന് കൂലി കിട്ടണം, പ്രതിഫലം ലഭിക്കണം എന്ന അർത്ഥത്തിലാണ് അതൊരാൾ പ്രവർത്തിക്കുക. ഇതാണ് സഹോദരങ്ങളെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. ഈ അർത്ഥത്തിൽ പരിശോധിച്ചു നോക്കൂ. ഈ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ദീനിലുള്ള പല കാര്യങ്ങളോടും അതിന് സാദൃശ്യമുണ്ടാകും. ഇപ്പം പുതിയ പുതിയ എണ്ണവും കണക്കും പറഞ്ഞുകൊണ്ടുള്ള നിസ്കാരങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ദിക്റുകൾ ഇല്ലാത്ത എണ്ണം പറഞ്ഞുകൊണ്ട് ദിക്റുകൾ കടത്തിക്കൂട്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്വലാത്ത്, അതുപോലെ തന്നെ നോമ്പ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സമയവും കാലവും എണ്ണവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് ആളുകൾ ചെയ്യും. ഇതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. അതൊരാൾ ഇഖ്ലാസോടുകൂടി ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം ഖാലിസൻ സ്വവാബൻ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ വിഭാഗം സഹോദരങ്ങളെ, ഇത്തിബാ ഉണ്ടാകും, പക്ഷേ ഇഖ്ലാസ് ഉണ്ടാവുകയില്ല. ഒരാൾ സുന്നത്തിനോട് യോജിച്ചതായിരിക്കും ചെയ്യുക, നല്ല ഇബാദത്തുകളൊക്കെ കൃത്യമായി ചെയ്യും, പക്ഷെ അയാളുടെ നീയത്ത് മാറിപ്പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദിൻ്റെ ആളുകൾ, ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മൾ ചെയ്യുന്നത് കൃത്യമായിരിക്കും, പക്ഷേ നമ്മുടെ ഇഖ്ലാസ് ചോർന്നു പോയാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. നാലാമത്തെ വിഭാഗം ഈ പറഞ്ഞ ഒന്നുമില്ലാത്തവർ, അഥവാ മുസ്ലിമീങ്ങളല്ലാത്ത വിശ്വാസികളല്ലാത്ത ആളുകൾ. ഇതാണ് പൊതുവെ സഹോദരങ്ങളെ 4 രൂപത്തിൽ ഈ ആയത്തും അതിൻ്റെ വിശദീകരണവും എടുത്തു നോക്കിയാൽ ജനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരാമുഖം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ ദീനിൻ്റെ അടിത്തറയാണിത്. നാം ഏത് പ്രവർത്തനം പ്രവർത്തിക്കുമ്പോഴും ഇഖ്ലാസും ഇത്തിബാഉം ഉണ്ടായിരിക്കണം. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തെളിവായി നമ്മൾ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ കേട്ടു. മഹാന്മാരായ ഉലമാക്കളുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇനിയാണ് വിഷയത്തിലേക്ക് വരാനുള്ളത്. അതാ സഫർ അവസാനിക്കുകയും റബീഉൽ അവ്വൽ ആരംഭിക്കുകയും ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്ന പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ മീലാദുൻ നബി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കരുത് എന്ന് ഒരു മുസ്ലിമും പറയുകയില്ല. മുസ്ലിമാണോ മുഅ്മിനാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തേക്കാൾ, മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ, മറ്റുള്ള സർവ്വജനങ്ങളേക്കാൾ ഒരാൾ സ്നേഹിക്കുന്നത് വരേക്കും അയാൾ പരിപൂർണ മുഅ്മിനാവുകയില്ല. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. അവിടുന്ന് പറഞ്ഞു, ഇല്ല ഉമറേ, ഈമാൻ ശരിയായിട്ടില്ല. അപ്പോൾ അദ്ദേഹം തിരുത്തി. അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നേക്കാൾ, മറ്റുള്ള എല്ലാറ്റിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നബിയെ അങ്ങുന്നാണ്. അവിടുന്ന് പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമറെ, ഇപ്പോഴാണ് ശരിയായത്. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ അഖീദ, ഇതാണ് നമ്മുടെ മൻഹജ്, ഇതാണ് നമ്മുടെ ദീൻ. എന്നിരിക്കെ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കാൻ പാടില്ല? എന്തുകൊണ്ടത് ബിദ്അത്താണ് എന്ന് നാം പറയുന്നു? എന്താണ് അതിൻ്റെ പിന്നിലുള്ള തെളിവുകൾ? അതിലൊന്നാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയതിന് ശേഷം 22 റബീഉൽ അവ്വൽ, അതല്ലെങ്കിൽ 23 റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി. ഒരൊറ്റ റബീഉൽ അവ്വൽ 12-നും അവിടുന്ന് മൗലിദ് ആഘോഷിച്ചിട്ടില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബത്ത് ജീവിച്ചു, അവിടുത്തെ പ്രിയ പത്നിമാർ ജീവിച്ചു. അവരിൽ ഒരാൾ പോലും ഇങ്ങനെ ഒരു മീലാദുൻ നബി ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആഘോഷം ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു സമ്പ്രദായം ദീനിൽ പുതുതായി ഉണ്ടായതാണ്. അതുകൊണ്ട് അത് ബിദ്അത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അടിസ്ഥാനത്തിലേക്ക് മടങ്ങുക. ഒരാൾ ഇഖ്ലാസോടുകൂടി അത് ചെയ്തു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. തഫ്സീറുകളിൽ നമുക്ക് ആ വാക്കുകൾ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ കാരണം ഇതാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്തിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് ഞാൻ വിട്ടുനിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിട്ടുനിൽക്കണം. നമുക്ക് പാടില്ല. കാരണം നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കാനുള്ള നിബന്ധനകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഇത് നന്മയാണെങ്കിൽ, ഇത് സുന്നത്താണെങ്കിൽ, ഇത് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് ആഘോഷിച്ച് കാണിക്കും. സഹാബത്ത് ആഘോഷിക്കും, ശേഷം വന്ന മഹാന്മാർ ആഘോഷിക്കും. അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം സഹോദരങ്ങളെ, ഈ ഒരു ആഘോഷം മീലാദുൻ നബി, മൗലിദ് എന്ന് പറഞ്ഞ ഈ ആഘോഷം ആദ്യമായി ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് ഉബൈദികൾ എന്ന ഒരു വിഭാഗമാണ്. ഹിജ്റ 300-ന് ശേഷം, അഥവാ ഈ ഉമ്മത്തിലെ നല്ലവരായ ആളുകളൊക്കെ വഫാത്തായതിന് ശേഷം ഉബൈദികൾ, ഫാത്തിമികൾ കൊണ്ടുവന്ന ഒരു കാര്യമാണിത്. ആരാണ് സഹോദരങ്ങളെ ഉബൈദികൾ, ഫാത്തിമികൾ എന്ന് പറഞ്ഞാൽ? അവർ തനിച്ച ഷിയാക്കളാണ്. ഷിയാക്കളെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അവരാണ് ഈ ആചാരം ആദ്യമായി കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് മാത്രമല്ല, അവർക്ക് ഫാത്തിമ മൗലിദ് ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുണ്ട്. അതുപോലെ പലരുടെയും പേരിൽ അവർക്ക് മൗലിദുണ്ട്, ജന്മദിനാഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഇതിൻ്റെ നേതാക്കന്മാർ. ചോദിക്കട്ടെ, ഷിയാക്കളാണോ പ്രിയമുള്ളവരെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് രണ്ടാമത്തെ കാരണം അതാണ്. മൗലിദ് ആഘോഷിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണമാണത്. മൂന്നാമത്തെ കാരണം സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദമായ ചരിത്രം വിശദീകരിക്കപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളുടെ ചരിത്ര കിതാബുകൾ നമുക്ക് ലഭ്യമാണ്. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം തഫ്സീർ രചിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അൽ ഫുസൂൽ ഫി സീറത്തിർ റസൂൽ എന്ന പേരിൽ ഒരു കിതാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട കിതാബാണത്. അതിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് അഥവാ ജനനം വിശദീകരിക്കുന്ന അധ്യായത്തിൽ അവിടുന്ന് ജനിച്ച തീയതിയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 2 അഭിപ്രായമുണ്ട്, 8 അഭിപ്രായമുണ്ട്, 10 അഭിപ്രായമുണ്ട്, 12 അഭിപ്രായമുണ്ട്, റജബിലാണെന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ ധാരാളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പൊതുവെ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഒരു കാര്യമാണ്. എന്നിരിക്കെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 12 എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇതെങ്ങനെ ആഘോഷിക്കാൻ സാധിക്കും? അതുകൊണ്ട് മൂന്നാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് റബീഉൽ അവ്വൽ 12 എന്ന ഉറപ്പിക്കുന്ന ഒരു രേഖയും ഇല്ലാത്തത് കൊണ്ട് തന്നെ റബീഉൽ അവ്വൽ 12 ഒരു മൗലിദ് പാടില്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. നാലാമത്തെ കാരണം, മൗലിദ് ആഘോഷിക്കാത്തതിൻ്റെ നാലാമത്തെ കാരണം സഹോദരങ്ങളെ, ഇതിൻ്റെ തുടക്കം ബിദ്അത്താണെങ്കിലും, ഇതിൻ്റെ അടിസ്ഥാനം ബിദ്അത്താണെങ്കിലും, പുത്തനാചാരമാണെങ്കിലും, ഇതിൻ്റെ പേരിൽ ചൊല്ലപ്പെടുന്ന ധാരാളം മൗലിദ് കിതാബുകളുണ്ട്. മൻഖൂസ് മൗലിദ് അടക്കമുള്ള
ഒരുപാട് മൗലിദിൻ്റെ കിതാബുകൾ പാരായണം ചെയ്യപ്പെടാറുണ്ട്. ആ മൗലിദ് കിതാബുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പാടി പുകഴ്ത്തലുകളാണ്, മദ്ഹാണ് എന്ന പേരിൽ അവിടുത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഷിർക്കിൻ്റെ ധാരാളം വരികളുണ്ട്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിൽ തുടങ്ങി ഷിർക്കിലേക്ക് എത്തിപ്പെടുന്ന ഒരു ആചാരമാണ് ഇത് എന്ന നിലക്ക് ഒരു മുസ്ലിമിന് ഇത് പാടില്ല. അഞ്ചാമത്തെ കാരണം സഹോദരങ്ങളെ, മൗലിദാഘോഷം എന്നാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. ഈദ് മീലാദുൻ നബി എന്നാണ് പരസ്യമായി ഇപ്പോൾ ഫ്ലെക്സുകളും ബോർഡുകളും പ്രത്യക്ഷപ്പെടും, നമുക്ക് കാണാം. ആശംസകൾ അർപ്പിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും നിർത്തലാക്കി മുസ്ലിമീങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ മാത്രം വകവെച്ചു നൽകി. ഒന്ന് ഈദുൽ അദ്ഹ, രണ്ടാമത്തേത് ഈദുൽ ഫിത്ർ. മൂന്നാമത്തൊരു ഈദ് കൂടി ഉണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ഇതാ നിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ പകരമായി നൽകുന്നു എന്നാണ് പറഞ്ഞത്. രണ്ട് ആഘോഷങ്ങൾ ഇതാ നിങ്ങൾക്ക് പകരമായി റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചത് രണ്ട് ആഘോഷങ്ങൾ മാത്രമാണ്. മൂന്നാമത്തൊരു ആഘോഷം ഉണ്ടായിരുന്നുവെങ്കിൽ 13 വർഷങ്ങൾ മക്കയിൽ ജീവിച്ച് മദീനയിലേക്ക് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ആഘോഷങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, മൗലിദാഘോഷം മറന്നതാണോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും പറഞ്ഞപ്പോൾ മീലാദുൻ നബി, ഈദ് മീലാദുൻ നബി അവിടുന്ന് മറന്നു എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? അതുകൊണ്ട് ഇത് ഈദാണ്, ആഘോഷമാണ്. അങ്ങനെ ഒരു ആഘോഷം ഇസ്ലാമിൽ ഇല്ല തന്നെ. രണ്ട് ആഘോഷങ്ങളല്ലാത്ത മറ്റൊരാഘോഷവും മുസ്ലിമിന് ആഘോഷിക്കാൻ പാടില്ല. അതെന്തിൻ്റെ പേരിലായാലും ആരുടെ പേരിലായാലും ഒരു മുസ്ലിമിന് മൂന്നാമതൊരാഘോഷമില്ല. മൂന്നാമതൊരാഘോഷം ആശംസ അർപ്പിച്ചുകൊണ്ട് നടത്തണമെങ്കിൽ അത് അള്ളാഹു അവൻ്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകണം. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് വിശദീകരിച്ചത്. ഈ 5 കാരണങ്ങൾ മതിയായതാണ് ഒരാൾക്ക് ഈ ആഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ. കാരണം ഇത് നമ്മുടെ ദീനാണ്. നമ്മുടെ ദീൻ നശിപ്പിക്കുന്ന രൂപത്തിൽ നാം ആരെ തൃപ്തിപ്പെടുത്തിയിട്ടും കാര്യമില്ല. അല്ലാഹു തആല നാം ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നത് പരീക്ഷിക്കുവാനാണ് നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം ഏറ്റവും നല്ലതാവാൻ ഏറ്റവും നല്ലത് അള്ളാഹു അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. പിൽക്കാലത്ത് ആരെങ്കിലും വന്ന് പഠിപ്പിക്കാൻ ഈ ദീൻ, ഇസ്ലാം ദീൻ എന്നത് ക്രൈസ്തവ മതം പോലെയല്ല. ഓരോരുത്തരും വന്നിട്ട് അവർക്ക് തോന്നിയതുപോലെ എഴുതി ഉണ്ടാക്കുക, പിന്നീട് കുറച്ചു കാലം അത് ആഘോഷിക്കുക, അല്ലെങ്കിൽ ആചരിക്കുക, പിന്നെ അടുത്ത ആൾ വരിക മാറ്റി എഴുതുക എന്ന ഒരു സമ്പ്രദായം അള്ളാഹുവിൻ്റെ ദീനിലില്ല. മറ്റുള്ള ദീനുകളിൽ നിന്നുള്ള വ്യതിരിക്തത അതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. അല്ലാഹു തആല ഇന്ന ദിവസം നമ്മുടെ ദീൻ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് റബ്ബ് അറിയിച്ചു. അള്ളാഹു പൂർത്തീകരിച്ച മതമാണിത്. ഇതിൽ പുതുതായി കടത്തിക്കൂട്ടാൻ പാടുള്ളതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഖ്ലാസോടെ ഇത്തിബാഅോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കാനാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നാം ശ്രദ്ധിക്കേണ്ടത്. ഷിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാ 4 മദ്ഹബുകളുടെ ഇമാമിങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്കിപ്രകാരം കാണാം: ഉസൂലു സുന്നതി ഇൻദനാ.
സുന്നത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്നാൽ നമ്മുടെ അടുക്കൽ. അസുന്ന എന്ന് പറഞ്ഞാൽ ഈ ദീൻ എന്നാണ് അർത്ഥം. നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കൽ, അഥവാ ഇമാമുസുന്ന എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അടുക്കൽ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം പറയുകയാണ്, അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം വതർകുൽ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാല. സുന്നത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്നാൽ നമ്മുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏതൊരു മാർഗത്തിലായിരുന്നോ ആ മാർഗം മുറുകെ പിടിക്കലാണ്. തമസ്സുക്ക് എന്ന് പറഞ്ഞാൽ മുറുക്കി പിടിക്കലാണ്, മുറുകെ പിടിക്കുക. വൽ ഇഖ്തിദാഉ ബിഹിം, ആ മുറുകെ പിടിച്ച കാര്യങ്ങൾ പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിക്കലുമാണ്. വതർകുൽ ബിദ്അ, അതിനുശേഷം വരുന്ന പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കലുമാണ്. കാരണം വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാല, എല്ലാ ബിദ്അത്തുകളും ദീനിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ട പുത്തനാചാരങ്ങൾ മുഴുവനും എല്ലാം ളലാലത്തുൻ, വഴികേടാകുന്നു. സഹോദരങ്ങളെ, ഈ ഒരൊറ്റ വാക്ക് മതി മൗലിദാഘോഷത്തിനു വേണ്ടി പതാകയേന്താൻ കൈകൾ ഉയർത്തുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്നവർക്ക് ആ ബിദ്അത്തായ പ്രവർത്തനം അവസാനിപ്പിക്കാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏതൊരു മാർഗത്തിലായിരുന്നോ ആ മാർഗം മുറുകെ പിടിക്കലും അത് പിൻപറ്റലുമാണെന്ത് അഹ്ലുസുന്ന വൽ ജമാഅ. ഹിജ്റ 300 വരെ സഹാബത്ത് പോട്ടെ, അതിനുശേഷം വന്നവർക്ക് വരെ പരിചയമില്ലാത്ത ഈദ് മീലാദുൻ നബി എങ്ങനെ സുന്നത്ത് ജമാഅത്താകും? പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് പരിചയമില്ലാത്ത ഒരു കാര്യം സുന്നത്ത് ജമാഅത്തോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വൈരാഗ്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആത്മാർത്ഥതയോടുകൂടി ചിന്തിച്ചു നോക്കൂ. ഇത് പറഞ്ഞതാരാണ്? അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ. ഉലമാക്കളുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ സാധിക്കുന്നവരാണോ എങ്കിൽ ഇതാ തെളിവ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ, വതർകുൽ ബിദ്അ, ബിദ്അത്തുകൾ ഉപേക്ഷിക്കലുമാണ്. സഹാബത്തിൻ്റെ മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് അത് പിൻപറ്റിക്കൊണ്ട് പുതുതായി വരുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അതാണ് സുന്നത്തിൻ്റെ അടിസ്ഥാനങ്ങൾ, അതാണ് ഈ ദീൻ. ഈ ദീനിൻ്റെ അടിത്തറ അതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാരണം വകുല്ലു ബിദ്അത്തിൻ ളലാല, പിൽക്കാലത്ത് ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, അത് വിശ്വാസമാവട്ടെ, കർമ്മമാവട്ടെ, ആചാരമാവട്ടെ, അനുഷ്ഠാനമാവട്ടെ, എന്താവട്ടെ, ഈ ദീനിൽ പുതുതായി ആരെങ്കിലും വല്ലതും കടത്തിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ളലാലത്തുൻ, വഴികേടാകുന്നു. ളലാലത്ത് നരകത്തിലേക്ക് പോവാനുള്ളതാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല എന്നത് ഇവിടെയുള്ള പുത്തൻവാദികളുടെ വാക്കാണ് എന്നാണ് പല ആളുകളും പറയാറുള്ളത്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. അതേ വാചകം ഇമാമിങ്ങൾ പറയുന്നു. എന്നാലും പറയും ഇവരാണ് പുത്തൻവാദികൾ. പഴയതിലേക്ക്, സഹാബത്തിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങണം, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ പറയും ആ പറയുന്നവരാണ് പുത്തൻവാദികൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തൊരു വൈരുദ്ധ്യമാണിത്. സുന്നത്ത് ജമാഅത്താണോ സഹാബത്തിൻ്റെ മാർഗം മുറുകെ പിടിക്കുക എന്നതാണ്, ആ മാർഗമനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഉബൈദികൾ, ഫാത്തിമികൾ കൊണ്ടുവന്ന, ഷിയാക്കൾ കൊണ്ടുവന്ന, പിൽക്കാലത്ത് ആരോ ഈ ദീനിൽ കടത്തിക്കൂട്ടി ആചരിച്ചു വന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് ഒരിക്കൽ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല.
അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിച്ചറിയാൻ. ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുമായിരിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുകയുള്ളൂ. എത്ര പണിപ്പെട്ട് എത്ര ഉയരത്തിൽ കയറി ബാനർ കെട്ടിയതുകൊണ്ടും നടുറോഡിലൂടെ ഘോഷയാത്ര നടത്തിയതുകൊണ്ടും ഒരുപാട് വെയിൽ കൊണ്ടതുകൊണ്ടും മഴ കൊണ്ടതുകൊണ്ടും ഒരുപാട് പണം ചെലവഴിച്ചതുകൊണ്ടും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ആവുകയില്ല ഈ രണ്ട് നിബന്ധനകൾ യോജിച്ചാലല്ലാതെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ യഥാർത്ഥ പാതയിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു തആല ശിഫാ നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് ശിഫാ, സമാധാനം, ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ഇസ്ലാമിലായിക്കൊണ്ട് സുന്നത്തിലായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.